ഹലോ ഗായ്സ്, അപ്പൊ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മളെ വ്ളോഗിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്താണ് 500 രണ്ടാൾക്കാര സെലിബ്രേഷൻ ആണ്. ആരൊക്കെ? ഒന്ന് ഈച്ചുണ്ട് 500K സെലിബ്രേഷൻ വിത്ത് ചാമ്പക്ക. ചാമ്പക്കന്റെ പാട്ടിറങ്ങില്ലേ, ഭയങ്കര ട്രീറ്റ്. പിന്നെ കേപ്പിക്ക് 100K അയക്കണേ. ഇല്ല, മൈക്കാടെ ഉണ്ട്. അത് ചാർജ് ഇല്ലാത്തോണ്ട് മൈക്ക് കുറച്ചു നേരം ചാർജിൽ ഇട്ടേക്കാണ്. ചാർജ് ആയതിനു ശേഷം നമ്മള് മൈക്ക് കുത്തിയിട്ട് വ്ളോഗ് എടുക്കും. എന്താ, ഞാൻ 500K സെലിബ്രേഷൻ അങ്ങനെ നടത്താന്ന് വിചാരിച്ചല്ല. പിന്നെ നമ്മള് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും, നമ്മള് ഫസ്റ്റ് ഒരു ജോളോ ചിപ്പ് ചാലഞ്ചിന്റെ വ്ളോഗ് ഇട്ടിരുന്നു. അപ്പൊ അതിനുശേഷം നമ്മള് സ്പൈസി നൂഡിൽസിന്റെ വ്ളോഗ് ഇടണം എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാനായിരുന്നു വിചാരിച്ചത്. പക്ഷെ നമ്മൾ നൂഡിൽസ് നമ്മള് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോ മറ്റേ അജീവത് സ്പൈസി സാധനം ഇല്ല, സാധാ ഹോട്ട് ആൻഡ് സ്പൈസി എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന സാധനമേ ഉള്ളൂ. അപ്പൊ നമ്മൾ അത് മാറ്റി പിടിച്ചിട്ട് ചിക്കൻ ചൂടാന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഇപ്പം പറഞ്ഞപ്പോഴാണ് 500K സെലിബ്രേഷൻ എനിക്ക് തന്നെ ഓർമ്മയായത്. അപ്പൊ നമുക്ക് ഇൻസ്റ്റാഗ്രാമില് 500K എനക്കാണ് ഇപ്പൊ ഫുള്ള് മിക്സി അടിച്ചു കഴിഞ്ഞു. ഓണല്ലേ, മിക്സി അല്ല, ഐ മീൻ മസാല അരച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മള് വെച്ചുണ്ടാക്കണം, അല്ലെങ്കിൽ തന്നെ മൈക്കില്ല. നമ്മള് നാച്ചുറൽ മൈക്ക് വെച്ചിട്ടാണ് മസാല അങ്ങനെ മസാല അടിപൊളി. ഓക്കെ, എന്തെങ്കിലും കുറവോ കൂടുതലോ മസാല ഉണ്ടോ? ഇത് ബിരിയാണി അല്ല, മസാല ഇടും. ചിക്കൻ ചൂടിലേക്ക് 500K ആയപ്പോ നമ്മള് എന്തെങ്കിലും ഞാൻ ഗ്രില്ല് കൊണ്ട്. അപ്പൊ ഇന്ന് എല്ലാരും ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. നമ്മളെ കേപ്പിന്റെ ഇവിടെ റിനാനുണ്ട്, ഫർസാനുണ്ട്. ഫർസാന്റെ കൈയൊക്കെ അത് കാണിച്ചു കൊടുക്കണ്ട, പക്ഷെ എല്ലാവർക്കും ഇടങ്ങറാവുന്നു. കൈ ഉണങ്ങി വരുന്നുണ്ട് ഏകദേശം, കുഴപ്പമില്ല. ചെക്കൻ ഉഷാറായി വരുന്നുണ്ട്. അജുവത് അണ്ണൻ ബാംഗ്ലൂരിൽ തന്റെ പ്രവാസ ജീവിതം സൗദ് ഉണ്ട്. റിനാൻ കൊറേ സ്പ്രിറ്റ് അയച്ചു തരാണ്ട്. അപ്പൊ ഇന്ന് മൈനസ് ചെയ്യാനാണ്. ഇപ്പൊ റിനാന്റെ മാനേജർ സൗദാണ് കേട്ടോ. മാനേജറൊക്കെ എനിക്ക് ജീപ്പല്ല, 18 വയസ്സാവാത്തതിന്റെ രോദനാണ് കണ്ടത്. പുറത്തിറങ്ങുമ്പോ എണ്ണടിക്കാനൊക്കെ അപ്പൊ മാനേജറെ വിളിക്കും. സൗദി ഒരു 500 രൂപ ഇടും, ഒരു 150 ആയിക്കും. നമ്മള് മാനേജറിന്റെ സാധനങ്ങൾ വാങ്ങിക്കുന്നത്. നമ്മുടെ അക്ഷയ് ഉണ്ട്, എന്റെ ഒപ്പം പഠിച്ചാണ് കേട്ടോ. നേരത്തെ നിങ്ങൾ അനുവിന്റെ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും. ഒരു NSS വളണ്ടിയർ എന്ന നിലയ്ക്ക് അക്ഷയന് എനിക്ക് ഒരുപാട് റെസ്പെക്ട് ഉണ്ട്. അറിയില്ല, വെറുതെ റെസ്പെക്ട് നമ്മൾ കുറച്ച് നമ്മൾ പരിപാടിക്ക് വന്നാലേ, ബാംഗ്ലൂരിൽ നിന്ന് വന്നാലേ, അപ്പൊ നമ്മള് കുറച്ച് റെസ്പെക്ട് കൊടുക്കാം. പരീക്ഷ എന്ത് ചെയ്യണമെന്ന് അറിയാം. നിലവിൽ കഴിഞ്ഞ പരീക്ഷകളൊക്കെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ട് അഫി നമ്മളോട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ഇന്ന് ചിക്കൻ ചൂടാനുള്ള പ്ലാനാണ് നമ്മൾ ലാസ്റ്റ് എത്തിയത്. എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് പറഞ്ഞു. എല്ലാരും ഇവിടെ ഉണ്ടാനും ഒന്നും ചെയ്യാനില്ലാനും. അപ്പൊ നമ്മള് എന്തെങ്കിലുമൊക്കെ ചെയ്യും വേണം. ചെയ്യാതിരിക്കാനും പറ്റൂല. ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇതിലെത്താൻ വേണ്ടിട്ട് നമ്മളിപ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്യാണ്. അപ്പൊ നമ്മൾ ചിക്കൻ ചൂടാന്നുള്ള പ്ലാനിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ചിക്കൻ നമ്മൾ വാങ്ങിക്കണ ഏകദേശം ഒരു 15 പീസ് ഉണ്ട്. ഇതാണ് 15 ധാരാളം. ഇത് എത്ര പീസ് ഒന്നും? ഒന്നുണ്ട്. ഒന്നുള്ള രണ്ടായിട്ടോ. ശരിക്കും എത്ര നിന്നു? 2 കൂത്തുന്നൊന്നുമില്ല. എത്ര പീസ് ഒന്നു? ഞാന് 1.5 നോക്കി പറഞ്ഞോണ്ടിട്ടോ. പിന്നെ ലാസ്റ്റ് 2 നിന്നാ 1.5 ഉറപ്പിച്ചു. എത്ര പീസ് ഒന്നു? അപ്പൊ 3 അപ്പൊ 3 എല്ലാവർക്കും പറഞ്ഞാണ്ട് എനിക്ക് ഉപ്പാകില്ല. അല്ല, അത് നമ്മൾ ആദ്യം കൂട്ടിട്ട്. അക്ഷയ് എത്ര പീസ് ഒന്നു? 1.5. ഇത് 15ന്റെ അപ്പുറം പോട്ടോ. 1.5 ഉറപ്പിച്ചു പറഞ്ഞോ. അപ്പൊ അപ്പൊ നമുക്ക് എന്തായാലും ജിമ്മിന് പോണോണ്ട് അല്ലേ എന്താ കടിച്ചോ? വേറെ ആരാളെ? ഇനി ആരും വരാനില്ലല്ലോ. ഡാഡി 1.5 വെച്ചോട്ട് 15 പീസായി. എന്തായാലും 15 പീസ് ഉണ്ട്. നമുക്ക് നോക്കിക്കാം. എല്ലാവർക്കും ആ ഊറ്റം ചിലപ്പോ തിന്നുമ്പോ അങ്ങോട്ട് വന്നോളന്നില്ല.
എന്തായാലും ഇപ്പൊ ടൈം ഈ തിരക്കാർക്ക് വിശപ്പ് പോകി. ഇവനൊക്കെ എന്തായാലും 3 പീസ് ഉണ്ട് 1.5 എന്ന് പറഞ്ഞെങ്കില്. അപ്പൊ നമുക്ക് എന്തായാലും എന്താ പണി ഇനി മസാലയ്ക്ക് ഒന്നിനുള്ള പഴം കൊണ്ടുവന്നാ മതി. അല്ല ഇനി മസാലയ്ക്ക മസാല ഇതാക്കണം. ഒന്ന് ചേർന്ന് അപ്പൊ നമ്മള് ചിക്കൻ ആദ്യം ഒന്ന് വേവിക്കാൻ വെച്ചാ അത് കാണിച്ചു കൊടുത്തൂടെ? ബാ ശരി എല്ലാരും ചിക്കൻ കാണാൻ വരുന്ന ആൾക്കാരുണ്ടോ? ഇത്രയുണ്ടോ മസാല തേച്ചാണ് വേവിച്ചത്. അപ്പൊ മസാല തേച്ചിട്ട് നമ്മള് ചിക്കൻ വേവിക്കാൻ ഇവിടെ നമ്മള് വെച്ചു. ഷവായന്റെ പീസിന്റെ വലിപ്പം ഇത് ഷവായ അല്ല, അതിന്റെ മേലുണ്ട്. ഒരു പീസിന്റെ വലിപ്പം നോക്കുന്നത്, ഒരു ചെസ്റ്റിന്റെ വലിപ്പം നോക്കുന്നത്. ഇതിലാവട്ടെ. ഷവായ എത്ര വരും? പേര് അജുവത്. ഇത് സിദ്ധിനുള്ള പീസ കേട്ടോ. സിദ്ധിനെ ഇതിന്റെ കയറ്റ് വരേണ്ടതാണ്. ഇതാണ് എനിക്കുള്ള പീസ്. ചിക്കനാണോ ഇച്ചു വേണ്ടാന്നോ? അന്ന് അതിനെന്താ പ്രശ്നം? ചിക്കനാണേ. പിന്നെ ആർക്കാ? എനിക്കൊരു ചെസ്റ്റ്. എനക്ക് എന്താ നമ്മള് തരുന്ന എനക്ക് ജസ്റ്റ് ഇന്റെ പീസ് കൂടി എനിക്ക് തരും. കണലോടെ കണലോ? അല്ല എന്റെ വലത്തെ കയ്യിൽ നമ്മൾ പീസാക്കി കൊടുക്കും. കണലിടണപ്പോ കനലിടണം. കണൽ ആദ്യം ഇടണം. കനല് ചിരട്ട എത്തിച്ചണേ. അതാണ് അടുത്ത പണി. റീനാന്റെ പീസും കൂടെ ചാർക്കുളതില്ലേ അഞ്ചുണ്ടെങ്കിൽ ഒന്ന് അപ്പൊ നമ്മള് ചിക്കന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് വെന്ത് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ചുടുമ്പോ അത്ര അങ്ങോട്ട് വെന്തൊന്നും വരില്ല. നമ്മളെ ചുടലും കൂടെയാണ് ചിലപ്പോ തീരെ വെന്തൊന്നും വരില്ല. അപ്പൊ നമ്മള് മസാല വെച്ച് വേവിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും പോയി കണല് കൂട്ടാം. വരൂ ബോയ്സ്, ഫോളോ മീ. പറഞ്ഞതേ നിങ്ങളൊക്കെ മുന്നിൽ പോയോ? എന്തൊരു അനുസരണ. വണ്ടി മയിലിന്റെ പോലെ ഉണ്ട്. കനല് കൂട്ടാനുള്ള പരിപാടി നോക്കട്ടോ. മൈക്കപ്പത്തിന് ചാർജ് ആക്കി നമ്മൾ എടുത്തോണ്ടിരുന്നു. അപ്പൊ നമ്മളെ കേപ്പിന്റെ 100Kന്റെ ഭാഗമായിട്ട് നമ്മള് കേപ്പിന്നെ ഒരു 100 വാങ്ങിക്കണ്ട് നമ്മള് എല്ലാരും പാടെ ബുദ്ധി ഉറപ്പിക്കാൻ പോവാണ്. കേപ്പ് ഇന്ന് രാവിലെ തൊട്ടേ പറയുന്നുണ്ട് ബലൂണ് ബുദ്ധി ഉറപ്പിച്ചിട്ട് ഫോട്ടോ എടുക്കണം. ഇല്ല ഒക്കെ വരെ വിൽപ്പാണേ സാധനം. ഇത് നമ്മളെ ചിക്കൻ ചൂടുള്ള കിട്ടില്ല കേട്ടോ. അത് കേക്ക് കണ്ട് റെഡിയാക്കും നമ്മള്. ഉറപ്പിച്ചോ? അപ്പൊ അതാ ഞാൻ രണ്ടും ഊതി ഉറപ്പിച്ചിട്ടുണ്ട്. സെറ്റായോ? നോട്ടെ വലിപ്പം നോട്ടെ. കുഴപ്പമില്ലല്ലേ? ഒന്നൊന്ന് ചെറുതായി പോയി. ഞാൻ പറഞ്ഞടാ ഏതാ അടങ്ങിക്കടാ. ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാ. എവിടുക്കാ ലേറ്റും കേട്ടാ. എടാ നിങ്ങട്ട് കേപ്പിയെ ഇജ്ജ് നടുവിലേക്ക് ഡബിൾ ടൈപ്പ് ഉണ്ടോ? ഇജ്ജ് നടുവിലെന്നാ 500 1,000 കൊടുക്കുക. ഒന്ന് പിടിച്ച വർത്താനെ ഒരു 0. അപ്പൊ കേപ്പിന്റെ 100K ഉണ്ടത്. കെയോ കെ കിട്ടിയില്ല അല്ലേ? എടാ ഇവിടെ ഒരാൾ കെ ആയി നിന്നാണീ. ഒരാൾ ഇങ്ങനെ കെ ആണ്. ഇതെന്താ അജുവത് വെക്കും കെ. എന്നാ അത് ഒന്നും എടുക്കും. അപ്പൊ
100K ആണ് ഇട്ടത്. 100K സെലിബ്രേഷൻ. അപ്പൊ നമ്മള് കുറച്ച് ചാർക്കോളിന്റെ കുറവുണ്ട്. നമ്മള് ചേമ്പൊക്കെ മുട്ടതാണ് ആ ഇവ മണാലിന്ന് കുറുക്കം വലിച്ചാത്തണ്ടേ ഇമ്മേ ഞാൻ പേടിച്ച് മണാലിന്നുണ്ട്. ക്യാമ്പ് ഫയർ ഒക്കെ കഴിഞ്ഞിട്ടേ എല്ലാരും ഉറങ്ങുക കേട്ടോ. അപ്പൊ ഞാൻ പിന്നെ എന്താ പറ്റി മോളെന്ന് വെച്ചാൽ ഞാൻ പേടിച്ചു. മോൾക്ക് കയറി ചെന്ന് നോക്കാനും പേടി. നോക്കുമ്പോ ഇപ്പം ആകെ എന്തൊക്കെ ആയല്ലേ. ഞാൻ പുതപ്പൊക്കെ പുതച്ചെടുത്ത് എന്താ തൊണ്ടേനൊക്കെയുള്ള മരുന്നോ എന്തൊക്കെ കൊടുത്ത് അങ്ങനെ ആശ്വസിപ്പിച്ചു. അപ്പൊ നമ്മള് ചാർക്കോളിന്റെ കുറവുണ്ടായതുകൊണ്ട് നമ്മള് ആൾബലം കൂടുതലാണ്. അപ്പൊ നമ്മള് അർബാനിയയിലാണ് നമ്മൾ അല്പം ചാർക്കോൾ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ അർബാനിയയിലാണ് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ആളെ എണ്ണി കയറ്റണം. ആൾക്കാർ മിസ്സാവരുത്. അപ്പൊ നമുക്ക് ആദ്യം വണ്ടി കുറച്ച് മുന്നിലേക്ക് എടുക്കാം. അതിനുശേഷം നമുക്ക് ആൾക്കാരെ എണ്ണി കയറ്റട്ടോ. കണ്ണിടകൾ എടുക്കട്ടെ അകടിക്കടാ. എല്ലാരും ആയപ്പോ റീനാനോ റീനാനോടെ നാട്ടുവർത്തനം പറഞ്ഞിട്ടുണ്ട്. റീനാനെ തുറക്ക്. അപ്പൊ നമ്മൾ ആൾക്കാരെ ഓരോന്നോരോന്നായിട്ട് കയറ്റുന്നുണ്ട്. ആദ്യം പറസാന് 2, 2.5, 3, അത് 4.25. ഫ്രണ്ട് സീറ്റിന് അടിയാണ് കേട്ടോ അർബാനിയക്കും. ഇതിൽ എവിടെ ഇരുന്നാലും സെറ്റാണ്. കയറി കയറി. നമ്മളെ കൂട്ടത്തിലെ ഏറ്റവും ഉത്തരവാദിത്തം കൂടിയ നമുക്ക് ഏറ്റവും മുതിർന്ന ആള് സൗദ്. അപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണ റായിഫാണ്. റായിഫ് കയറി. യൂണിഫോമിലാട്ടോ കോളേജിൽ നിന്ന്. ഇപ്പോഴും യൂണിഫോം മാറ്റിയിട്ടില്ല. എന്നാ ഇത് പിടി. വണ്ടി എടുക്കണം ഞാൻ എടുത്തോളാം. റീനാനെ ഞങ്ങൾ പോവാട്ടോ. ഇവിടെ വാ. കണല് കത്തിച്ചാന് ചാർക്കോള് വേണ്ടേ? അത് വാങ്ങാനാണ് പോണതേ. ഞാനേ കനല് കത്തിച്ചണ്ടേ. അത് വാങ്ങാനുള്ള സാധനം, കനല് കത്തിക്കാനുള്ള സാധനം വാങ്ങാനാ പോണേ. ഇവിടെ വാ. ഇപ്പൊ എത്ര ആളെ ശരിക്കും? 1, 2, 3, 4, 5, 6, 7, 8, 9. കേറ്. ബ്രെഡൊക്കെ ഇല്ല. കേറ്. അപ്പോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അതായത് ചാർക്കോള് വാങ്ങാനാണ് ഈ ചാർക്കോള് വാങ്ങാൻ വേണ്ടിട്ടാണ് ഈ അർബാനിയൊക്കെ എടുത്ത് പോണത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈച്ചൂന് 500K, എനിക്ക് 100K, ടോട്ടൽ 600K സെലിബ്രേഷനാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈച്ചോ ഇതില് വലിയ പാർട്ടി വരുന്നുണ്ട്. പാർട്ടി ഇരിക്കപ്പാ. എന്താണ് പറയാനുള്ളത്? ഇതേണോ ഇത് എന്നത്തെ സാധനങ്ങളാട്ടോ? നമുക്ക് വരുന്ന നോക്കിയാ. അതായത് വ്ളോഗ് എടുക്കുന്നുണ്ടെന്ന് പറയാം. എന്നാലും സ്പീക്കറും കൊണ്ടുവരിക. ഇനി കോപ്പറേറ്റ് ആരാ എടുക്കുക? റീനാൻ കോപ്പറേറ്റ്. റീനാൻ കോപ്പറേറ്റുകൾ വരുന്നുണ്ട്. ഇത് വേണ്ടെന്ന് അറിയാം എനിക്ക്. കേറിക്കോ ഇനിയിപ്പോ നോക്കിട്ടല്ലേ. കേറിക്കോ. സമയല്ല. അത് വേണ്ട. ഞാനല്ലേ പറഞ്ഞേ. വേർത്ത് കേക്കനാകെ. കണ്ണിണകൾ ചിമ്മി ചിമ്മി കഥ പറഞ്ഞിരിക്കും. അജു കേറി. ഡോറടക്കാം. മാറിക്ക്. അതിനൊരു നാക്കുണ്ട് ഡോറടക്കാനൊക്കെ. എല്ലാവർക്കും കഴിയില്ല. ഈ ചടഞ്ഞോ? അടഞ്ഞു. പഠിച്ചു. അപ്പൊ നമ്മള് പൂക്കോട്ടുംപാടേക്ക് യാത്ര തുടങ്ങാണ്. അപ്പോ റീനാന്റെ പാട്ട് കൂടി നമുക്ക് ഈ ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്യാം. അവളുടെ കതിമശി മിടിയുണ്ടല്ലോ, മിടികളിൽ നിറയുമ്പോ മിടിയുണ്ടല്ലോ, മറുപടി പറയുമ്പോ മൊഴിയുണ്ടല്ലോ. നിന്റെ നുണക്കൊഴി കണ്ടപ്പോ, അടിവയറ്റിലെ മഞ്ഞുള്ള രാത്രി, നിന്റെ ചിരി അത് കണ്ടപ്പോ, അയ്യോ നെഞ്ചിലൊരാതി കരിമിഴിയുള്ള കലവാണി.
വെയിറ്റ് ആക്ക എന്താ പോയി ചിരിച്ചാൽ മാത്രമൊന്നുമില്ല. കരിമിഴിയുള്ള കളവാണി കാക്കൂന്തള് കണ്ടപ്പോ കണ്ണൊന്ന് ഒടക്കി ചിരിക്കല്ല പെണ്ണ കല്യാണി നിന്റെ മാറത്ത പുള്ളി എന്നെ നീ കുലുക്കില കണ്ണിലെ നിറം കണ്ട് കയ്യിലെ വളം കണ്ട് കാലിലെ കൊലിസിട്ട് എന്നെ നീ കുടുക്കി അരയിലെ എറഞ്ഞാണ് മരക്കെട്ടിൽ കിടക്കുമ്പോൾ എനിക്കെന്റെ മോഹങ്ങൾ അണ പൊട്ടിയൊഴുകുമ്പോ നോക്കല്ല നീയൊരുത്തി നോട്ടത്തിന് മുന്നേ കൊണ്ട് ചങ്കത് പെടക്കണ നോക്കല്ല നീയൊരുത്തി ഇടിമിന്നലാടി നിനക്കെന്ത് പേടി കഥ കെട്ട് ചോടി അടുത്ത് നീ വാടി കവിതകൾ പാടി അരചേട്ട് തേടിത് മുടിയിലെ സുഗന്ധത്തിൽ രാമാഞ്ചം തേടി രാമച്ചം ഇതില് രോന്ന് എവിടെ നിങ്ങൾ കാണിച്ചാണി ഇതില് രോന്ന് എങ്ങനെ ഇവിടെ കാണിച്ചതാണ്. അപ്പൊ നമുക്ക് പാടിയുണ്ട്. ഞരമ്പുകളിലെ ചുടിച്ചൊര ഒഴുകും പരമാനന്ദര സുഖം അത് തേടുന്നു ഇത് മോഹങ്ങൾ കവിതകളാകുന്നു ഉള്ളൊന്നു അറിയാനിട നെഞ്ച് പിടക്കുന്നു കണ്ണാടി മിന്നുന്ന വെള്ളാരും കണ്ണുള്ള ചെലൊത്ത മെയ്യുള്ള പെണ്ണെ അലങ്കാരി മുട്ടോളം മുടിയുള്ള കാണാനഴകുള്ള നീലമിടിയുള്ള പെണ്ണെ ശിങ്കാരി നീ ശിങ്കാരി കരിമിടിയുള്ള കലവാണി കാക്കൂന്തല് കണ്ടപ്പോ ഗായ്സ്, ഈ പാട്ട് പ്രത്യേകത ഉണ്ട്. അതായത് ഈ പാട്ട് ആദ്യം കേട്ടപ്പോ നമുക്ക് ഇതിന്റെ ലിറിക് വീഡിയോ മനസ്സിലാവുന്നേ. ഇപ്പൊ റീനാന്റെ മുഖം മനസ്സിലായി ഈ പാട്ട്. നേരാണ് പോരാണ് തേനെ ആരും പൂരാരെന്നിത് മണ്ടല്ലാണ്ടായേ ആരിൻ്റെ ഊരയിലായത് കണ്ണുള്ളോർ കാണാണ്ടാണിത് കാതുണ്ടോ കേൾക്കാണ്ടാണിത് പിടിക്കാം തൂട്ടിലടക്കാം പുരി പിടിക്കാം പുരി പിടിക്കാം മണ്ടിലടക്കാം മാട്ടുവിടക്കാം മുട്ടി താനവാനന്ദ താണ്ടിയു വന്നിയ കാതല കാവിത്ത பேச்சவப்பே சொல்லும் அழகாவ எனக்குள்ள தரக்கர ஆக்சிஜன் அலையாவ யாரவ நூதுக்கு நூறவ அவதா என்னவாரா ഒരലയവ തലയവ അഴകിയ ഹൃദയവ ഇരയിലും ചൊരിക്കിണറിയാവ സരിയാന സാധാരണ സിറുക്കത് സിറ് പൊത്തിയവതാ കാരണവ വന്ദനാവും മലര கொட்டனாவும் மலர என்ன சொல்ல என்ன வெல்ல யாரும் இல்ல ராஜாதி ராஜன ராவணா അടിക്കടാ കൈ. ഇത് എൻക്വയറി നമ്പർ ഉണ്ടോ? സെന്റ് ഓഫ് ഒക്കെ വിളിക്കുകയാണെങ്കിൽ ഏതാ പാട്ട്? അപ്പോ 100 കെയർ സന്തോഷത്തില് ഞാനൊരു കൂടുതൽ മെലഡി പാട്ടാണ് എനിക്ക് പാടാൻ ഇഷ്ടം. അപ്പൊ ആ ഒരു പാട്ട് തന്നെ പാടാം. അത് മെലഡിയാ? அவ்வாறு நோக்கினால் எவ்வாறு ஆடுமே கண்ணாடி முன்னின்று பார்த்து கொண்டே ஒன்றாக செய்திட 100 நாடகம் ஒத்தகைகள் சேர்த்து எதிர்பார்த்திருந்தே எதிர்பாராமலே அவன் எதிர்பாராமலே அவன் பின்னிறந்து வந்த என்னை பம்பரமாய் சுருற்றி விற்றே உலகுன்ற பெருவாயில் எந்த வாயோடு வாய் பதித்தா. അപ്പൊ ഇനിയും ഇതുപോലെ എല്ലാവരും സ്നേഹിക്കുക. 100 കേരളത്തിൽ 200 കൈയടിക്കടാ. നിങ്ങൾ വർത്താനം പറഞ്ഞല്ലടാ. അടുത്ത റീച്ച് പാടുന്നത് സൗദ് സീല് പാട്.
നിറയുമ്പോ മിഴിയുണ്ടല്ലോ പറയുമ്പോ മുറിയുണ്ടല്ലോ വർഷം പാടിയാ അപ്പോ നമ്മൾ ഈ 100K ഇടയിൽ ഈച്ചുവിന്റെ 500K മുങ്ങിപ്പോകരുത് എന്ന് എനിക്ക് പറയാനുള്ളത്. ഇത്രയും കഷ്ടപ്പെട്ട് 500K നിലയിലെത്തിയ ഈച്ചുവില് ഞങ്ങളുടെ പേരിലും ഈ ഒരു അർബാനിയുടെ പേരിലും കൂട്ടിലിരിക്കുന്ന എല്ലാവരുടെ പേരിലും നന്ദി അറിയിച്ചുകൊണ്ട് അപ്പൊ നമ്മളിവിടെ തന്നെ ഈച്ചു നമ്മൾ ചാർക്കോൾ വാങ്ങാൻ വന്നാണ് ഗായ്സ്. അപ്പൊ ചാർക്കോൾ വാങ്ങേണ്ട സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പൊ ചാർക്കോളിനേക്കാൾ നമ്മളൊരു എൻജോയ്മെന്റ് ആണ് ഇവിടെ നമ്മള് പ്രൊവൈഡ് ചെയ്യണത്. അപ്പോ സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. എന്താ ആരെങ്കിലും ഉണ്ടോ അവിടെ? അപ്പോ നമ്മള് എത്തിയിട്ടുണ്ട്. നമ്മൾ എത്തിയിരിക്കുന്നു. എവിടെ ഈച്ചോടെ ചാർക്കോള് വാങ്ങാൻ വന്ന ആൾക്കാരുണ്ട്. ഒരു വണ്ടി നിറയെ ആൾക്കാരുണ്ട്. ഇനി ഇവിടെ ചാർക്കോൾ ഇല്ലാതൊക്കെ എല്ലാവരും വലിയ കോമഡി ആവും. വരി എന്താണ് നിങ്ങൾക്ക് ഇത്ര താമസം? കടന്നുറങ്ങി നിങ്ങളപ്പോ ഇതിന് ആരാ എടുക്കാൻ പറഞ്ഞേ? നിങ്ങളോരോന്ന് തോന്നുന്നു. അജിത് ചാർക്കോൾ ഉണ്ടോ ചോദിക്കാ? എന്തോ അങ്ങനെ നമ്മള് ചാക്രോൾ കരി ഉണ്ടോ ചോദിച്ചു നോക്കാം. ചാർക്കോൾ ഉണ്ടോ? ആ ഒരു ചാക്ക് ചാക്കോണ്ടേ എത്ര വേണോ? ഇപ്പം പറഞ്ഞുതരും. ആ ഫ്ലാഷ് ഓഫ് ആക്കണോ? ആ അതിൻ്റെ ടേപ്പടെ ഗ്യാപ്പിൽ വാങ്ങിക്കാണ്ട് ഫുള്ളായി. ആ ആൾക്കാരെല്ലാവരും അവിടെ ഇറങ്ങിയപ്പോളേ 2 ബ്രൗണി വാങ്ങിക്കാണ്ട് മെല്ലെ ആ ബില്ലിൻ്റെ ഇടയിൽ കൂടെ ഇട്ടിട്ടോ. ബില്ല് റൗണ്ടാക്കാൻ വാങ്ങിയതാന്ന് പറഞ്ഞത്. അപ്പോൾ തിരിച്ചെല്ലാവരും കൂടി അർബാനിയെല്ലാം തിരിച്ച് പോകാണ്ടോ? ഇനി പറയണോ ഗൈസ്? അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങി എല്ലാവരും തിരിച്ചു പോവാണ്. എന്താ അതിൻ്റെ അടി കൂടെ ഇട്ടത് ഇതിന്? എന്ത് സ്വച്ഛ് ഭാരത് എന്ന് പറഞ്ഞ സാധനം എന്താ അറിയാം എനിക്ക്? അറിയോ സ്വച്ഛ് ഭാരത് എന്താ അറിയോ? എന്താ ഇംഗ്ലീഷ് മീഡിയം എന്ന് പറഞ്ഞു സ്വച്ഛ് ഭാരത് പറഞ്ഞാല്. സ്വച്ഛ് ഭാരത് എന്താ? സ്വച്ഛ് ഭാരത് എന്താ പറഞ്ഞാൽ? സ്വച്ഛ് ഭാരത് എന്ത് ഭാരതി? സ്വച്ഛ് ഭാരത്. സ്വിച്ച് ഭാരതോ? സ്വിച്ച് ഇട്ടാ ഓണാവണേ ഭാരതി. സ്വച്ഛ് ഭാരത് എന്നാ പറഞ്ഞതാ? എനിക്കറിയില്ല. എന്തായിരിക്കും സ്വച്ഛ് ഭാരത് എന്ന് പറഞ്ഞാല്? സ്വിച്ച് ഭാരതോ? സ്വച്ഛ് ഇതെന്താ കുസൃതി ചോദ്യമാണോ? കേറി 4, 5, 6 സ്വിച്ച് ഇട്ട ഓണാവണതാണോന്നൊക്കെ കേറി കാണി. അപ്പൊ എല്ലാരും കേറി. ഇനി ഞാൻ കേറട്ടോ. വേണം പാച്ചു പൂച്ചാണ്ടേ എന്ത് അതെവിടെ ഇപ്പൊ പൂച്ചാണ്ടി പാടി എവിടെ? ആ അതിലുണ്ട്. ആ ശരിയാണ് അതിലുണ്ട്. മതി ഇനി കുറച്ചേരം ഉണ്ടാകും. അടുത്ത ആൾക്കാരെ പാടി പൂച്ചാണ്ടി പൂച്ചാണ്ടി അങ്ങനെ പാടില്ലേ? ഫസ്റ്റ് സൗദി പാടാ. ഞാൻ പാടാ. സൗദി ആണ് ഒരേ മാരിയാ. ഞാനൊക്കെ പാട്ടാടി എപ്പോഴും പാട്ടാടി എടുക്കൂലേ? എനിക്ക് പാട്ടാടി അറിയില്ല. ഏതെങ്കിലും പാടിയ ജോണി ജോണിയസ് പപ്പേ സ്കൂളിൽ പഠിച്ച ഏതെങ്കിലും പാട്ടാടി? സ്കൂളിൽ പാടിയാ പാടി എന്തേ പാട്ടില് വേറെന്തല്ലേ? വേറെന്താ ചെയ്യാ? വേറെന്താ എന്തില്ലേ? ചെയ്തോ എന്നാ ആൾക്കാർക്ക് +2 പഠിക്കണ എക്സാം എഴുതാൻ പോണ കുട്ടികൾക്ക് ഒരു എൻ്റെ ഒരു ഉപദേശം. ഞാൻ പാട്ടടി കൊണ്ട് എന്നാ പാട്. നമുക്കൊപ്പം പാടാം. പാടട്ടെ പാട്ടല്ലേ? പാട്ടിക്ക് പാട്ട് പാടാൻ അറിയില്ല. ഉപദേശം കൊടുക്കാനും അറിയില്ല. രണ്ടും അറിയില്ല. വേറെ എന്തെങ്കിലും
സജസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ എന്റെ എക്സ്പീരിയൻസ് ഇജ് എന്ത് എക്സ്പീരിയൻസ് ആണ് എനിക്ക് +2 പഠിച്ചതിൽ എനിക്ക് എന്താണ് അവർക്ക് ഷെയർ ചെയ്യാനുള്ളത്? കുതിര കളിച്ചാൻ പാടില്ല. കളിച്ചാൻ പാടില്ല. കുതിര കളിച്ച എന്താ പ്രശ്നം? കുതിര കളിച്ചാൽ പിന്നെ പഠിച്ചില്ല. പിന്നെന്താണ്ട് എപ്പോഴും ഇപ്പൊ കുറച്ച് കുതിര ഇട്ടത് എന്താ പ്രശ്നം? പഠിച്ചാൽ പോരെ. ഞാനിപ്പോ ഫുൾ കുതിര ഇടലേനു, ഞാൻ ലാസ്റ്റിക്ക് പഠിച്ചിട്ടുള്ളൂ. അതൊന്നും ഒരു ഇതല്ല. ഞങ്ങളുടെ അങ്ങനല്ലേ. അത്രേ ഉള്ളൂ. ഒരു പാട്ടോ പാട്ടുകൾ അറിയില്ലല്ലോ നമുക്ക്. ഒന്നാട് തരുമോ? ഞാൻ പാട്ടെന്നൊക്കെ പറഞ്ഞു പാട്ട് പാടാൻ അറിയില്ലല്ലോ. പാട്ടുകൾ അറിയില്ല. എന്താ പറയണ്ടേ? ഉപദേശം കൊടുത്താൽ മതിയോ? അതായത് ഞാൻ ഇപ്പൊ ബാംഗ്ലൂരിലെ പഠിക്കണേ. അപ്പൊ ബാംഗ്ലൂര് ഒരു കുട്ടി ഇപ്പൊ +2 കഴിഞ്ഞിട്ട് അഡ്മിഷൻ നോക്കുകയാണ്. ഒരു കുട്ടി ഇപ്പൊ ബാംഗ്ലൂർക്ക് അഡ്മിഷൻ നോക്കുകയാണ്. ഓലോട് എന്താണ് എനിക്ക് പറയാനുള്ളത്? ഓലോടോ? അഡ്മിഷൻ നോക്കണ കുട്ടിയാക്കല്ലേ? എടുത്തോളി, ധൈര്യമായിട്ട് എടുത്തോളി. നല്ല കോളേജ് നോക്കി എടുക്കാം. അതാണ് നല്ല കോളേജ് നോക്കി എടുക്കുക, വേറെ ഒന്നുമില്ല. നല്ല കോളേജ് നോക്കി എടുത്ത ഒരു പ്രശ്നമില്ല. കയ്യിലിരിപ്പായിരിക്കാം. നമ്മളെങ്ങനെ നിൽക്കണോ അതിനനുസരിച്ചാണ്. അതാണ്, അല്ലാതെ ആ നാട്ടിനെ കുറ്റം പറഞ്ഞ കാര്യം. നമ്മൾ നിൽക്കുന്നതനുസരിച്ച് നന്നാവണമെന്നുണ്ടെങ്കിൽ നന്നാവാ. ഇപ്പൊ നന്നായോ അതോ ഇപ്പൊ എന്താ അവസ്ഥ? നന്നായി നമ്മള് നന്നായി, അത്രേ ഉള്ളൂ. പാട്ടാ അതോ ഉപദേശം? ഉപദേശം അറിയില്ല, പാട്ട് അറിയില്ല. എന്നാ ഒരു പാട്ട് ഡാൻസ് കളിക്കാം. എന്നാ ഡാൻസ്. ഡാൻസ് അത് വേണ്ട. ഇജ്ജ് പറയും. ഇജ്ജ് ഏതാ +2 ഇപ്പൊ ഏതാ? കമ്പ്യൂട്ടർ സയൻസ്. കമ്പ്യൂട്ടർ സയൻസ് ആണ് കേട്ടോ. അപ്പൊ കമ്പ്യൂട്ടർ സയൻസ് എടുക്കാൻ പോകുന്ന ഒരു കുട്ടീനോട് എന്താണ് എനിക്ക് പറയാനുള്ളത്? 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ സയൻസ് എടുക്കാൻ പോകുന്ന കുട്ടീനോട് എന്താ പറയുക? എന്താ പറയാനുള്ളത് പറയാം. എന്റെ എക്സ്പീരിയൻസ് പറയാനേ പറഞ്ഞു. ഇജ്ജ് ഉപദേശിക്കണ്ട. പഠിക്കാൻ വയ്ക്കുമെങ്കിൽ എടുക്കുക, അത്രേ ഉള്ളൂ. പാട്ട് പാടില്ലല്ലേ? ഞാൻ പാടി. അതായത് ഈ എക്സാം പഠിക്കാൻ പോണ, ഇപ്പൊ എക്സാം എഴുതാൻ പോണ, +2 എക്സാം എഴുതാൻ പോണ കുട്ടികൾക്ക് എന്ത് ഉപദേശമാണ് എനിക്ക് കൊടുക്കാറ്? ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ സീരിയസ് കാര്യം പറയുമ്പോഴാണ് പഠിക്കേണ്ട സമയത്ത് പഠിക്കണം, കളിച്ചടക്കണ സമയത്ത് കളിച്ചു നടക്കണം. അല്ല, അതായത് പ്രത്യേകിച്ച് പറയാപ്പോ എന്താ, എല്ലാവരും പഠിക്കുക, പറ്റുന്നവരൊക്കെ പഠിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പൊ പഠിച്ചിട്ടൊന്നല്ല ഞാൻ ഈ ജോലിയൊന്നും വാങ്ങിയത്. ഞാൻ എൻ്റെ കമ്പ്യൂട്ടർ ഇതിനോ ഡിസൈനിങ് കോഴ്സ് ഉണ്ട്. പക്ഷെ ഞാൻ സ്വന്തമായിട്ടാണ് പഠിച്ചത്. സ്വന്തമായിട്ട് നമ്മൾ എത്രത്തോളം പഠിക്കണോ അത്രത്തോളം കൂടുതൽ വിവരങ്ങൾ കിട്ടും. എന്താ റായിഫൊക്കെ അങ്ങനെ കുറേ കാര്യങ്ങൾ സ്വന്തമാണ് പഠിച്ചത്. യൂട്യൂബിൽ നോക്കിയാൽ 5 മിനിറ്റിൻ്റെ വീഡിയോ നമ്മൾ 5 മണിക്കൂർ എടുത്തിട്ടേ പഠിക്കാൻ പറ്റുള്ളൂ. സ്വയം ചെയ്ത് പഠിക്കുക പറ്റണതും. ഒരു യൂട്യൂബ് വീഡിയോ എടുത്ത് കാണാതെ നമ്മൾ ഓരോ ടൂളുകൾ ഉപയോഗിച്ച് പഠിക്കുക. അപ്പോൾ നമ്മൾ അത് പഠിപ്പിച്ചു തരും. വീഡിയോ എഡിറ്റിംഗ് അല്ല, ഫോട്ടോഷോപ്പും ഇല്ലുസ്ട്രേറ്ററും പഠിപ്പിച്ചു തരാം. മനത്തെ മണിക്കൂറുമ്പേ പെയ്യല്ലേ പെയ്യല്ലേ പൊന്നെ, മനത്തെ മാനിക്കീടാങ്ങൾ അല്ല. +2 ഞാൻ മറ്റു പറയട്ടെ. ഈ +2 ഈ 10ാം ക്ലാസ് കഴിഞ്ഞ് +2 കമ്പ്യൂട്ടർ സയൻസ് വരുന്നവർക്ക് നിങ്ങൾ വിചാരിക്കണ പോലെയല്ല. ലാസ്റ്റ് കിട്ടങ്ങൾ ലാബ് എക്സാം തുടങ്ങിയപ്പോഴാണ് എന്താണെന്ന് മനസ്സിലായത്. ആകെ ലാമ്പി പറഞ്ഞ ഗ്ലാന്തി കാര്യത്തില് ലാസ്റ്റ് കിട്ടാണ്ട് ഒക്കെ ഇതാക്കി ജീവിതം പോയി. സൂക്ഷിച്ചും കണ്ടു അജുവത് എങ്ങനെയുണ്ട് വണ്ടി ഓടിക്കാൻ? അജുവതാട്ടോ വണ്ടി ഓടിക്കാൻ സ്മൂത്ത് വണ്ടി. ഓ, വലിയ മല്ലിക്കെട്ടൊന്നല്ല ഓടിക്കാം. സാധാ ഒരു വണ്ടി ഓടിക്കുന്ന ഓടിക്കുമ്പോ നോക്കി ഓടിക്കട്ടോ. അവിടെ ആ കടന്റെ ജോഡിയുണ്ടോ സ്റ്റിയറിംഗിന്റെ ഒപ്പം? അജുവതെ എനക്കെന്താ പറയുള്ളത് ബാംഗ്ലൂർ വരുന്ന ആൾക്കാരോട്? ബാംഗ്ലൂര് വരുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നല്ലതിന് വേണ്ടിട്ട് വരിക. വെറുതെ കുതിര വിട്ട് അടങ്ങാനാണ് അല്ല. ഇപ്പൊ നമ്മളൊക്കെ ഇപ്പൊ പഠിച്ചാൽ തന്നെ ബാംഗ്ലൂർക്ക് വരുന്നത്. അല്ല, ഇപ്പൊ വെറുതെ കുതിര ഇടാനായിട്ട് ആരും ബാംഗ്ലൂർക്ക് വരുന്നില്ലല്ലോ. അങ്ങനല്ലടാ. ഇപ്പൊ കുറച്ച് ആൾക്കാരുണ്ട് ഈ വീട്ടില് +2 വരെ ഒരു ഫ്രീഡം കിട്ടാതെ വളർന്ന കുറച്ച് ആൾക്കാർ ബാംഗ്ലൂർ എത്തുമ്പോ അത് കിട്ടി ഫ്രീ ആവാണ്. ആ ഫ്രീ കിട്ടണ
അതങ്ങോട്ട് യൂസ് ചെയ്തിട്ട് ആകെ അതെ മിസ്യൂസ് ചെയ്തിട്ട് ആകെ ബാഡ് ആവുക. അങ്ങനത്തെ അലമ്പാവരുത്. അപ്പൊ അങ്ങനെയാണ് അജൂദിന് പറ്റിപ്പോയത്. ആകെ മിസ്യൂസ് ചെയ്ത് പോയി. അപ്പൊ നിങ്ങളത് ചെയ്യാതിരിക്കുക. അജൂദിനും അങ്ങനെ പറ്റിപ്പോയി. അപ്പൊ നിങ്ങളിഞ്ഞ് ശ്രദ്ധിക്കാന്നാണ് അജൂദ് പറയാനുള്ളത്. റിനാൻ എനിക്കെന്ത് പാട്ടാണ്? പാട്ട് ഇനി പാടാനില്ലല്ലോ. ലോകത്തെ എല്ലാ പാട്ടും ഇജ്ജ് പാടി. 10 മാരല്ലേ +2, 10ാം ക്ലാസ് മാറി 6 +2. അപ്പൊ നമുക്ക് പറയാം 10 എന്നാ പിന്നെ 10ഉം +2 പാടെ ഒരുമിച്ചാണ് നടത്തിയ പോലെ പറയാനയക്ക് ചെയ്. പിന്നെന്താ വെച്ചാ ഇതുവരെ ഞാൻ പറഞ്ഞ കൊമേഴ്സാണ്. ഇവര് കൊമേഴ്സുകാർക്ക് ഇതില്ല. എന്താ വെച്ചാൽ കമ്പ്യൂട്ടറായിട്ട് എന്താ അക്കൗണ്ടൻസി പറഞ്ഞ സംഭവമുണ്ട്. ആ ഒരു സംഭവം വൺ ടഫാണ്. എനിക്കിപ്പോൾ എക്സാം ഇനി വരാൻ പോകണതിന് പേടിയുള്ളത് അതും പിന്നെ എക്കണോമിക്സ് ആണ്. ബാക്കി പേടില്ല എന്നല്ല, ബാക്കിയൊക്കെ ഏകദേശം നമ്മൾ +1 സേഫ് ആക്കിയിട്ടിരിക്കണേ. ഏകദേശം +1 സേഫ് ആക്കിയിട്ടിരിക്കണേ. അപ്പോൾ അതുകൊണ്ട് പഠിക്കണം. ഞാനൊക്കെ പറയട്ടെ, ഞാൻ 10ാം ക്ലാസ് മാറി നിൽക്കാൻ ഇപ്പോൾ ഈ പരീക്ഷൻ്റെ ഒരാഴ്ച 2 ആഴ്ച മുന്നേ നോക്കാൻ ആ ഒരു മൈൻഡ് കരുതി ആരും നിൽക്കരുത്. +1 എത്താണെങ്കിൽ തന്നെ ഫസ്റ്റ് മുതലേ പഠിച്ചാൽ പിന്നെ +1 നിങ്ങൾ ഫുൾ A+ വാങ്ങിക്കോളി. ആരും പറയണ്ട, പ്ലസ് എടുക്കണ്ടെന്നല്ല. +2 പിന്നെ ജസ്റ്റ് പാസ് വാങ്ങിയത്. നിങ്ങൾക്ക് +2 എന്തായാലും നിങ്ങൾ +1 നല്ലോണം പഠിച്ച ഒരു കുട്ടിയാണെങ്കിൽ +2 നിങ്ങൾ അത്യാവശ്യം നല്ലോണം എക്സാം +1 ഡബിൾ പാസ് ആക്കിയിട്ടാണ് +2 ഡബിൾ പാസ് അല്ല, ഫുൾ A+ വാങ്ങിയിട്ടാ പിന്നെ നിങ്ങൾക്ക് +2 എല്ലാവരും പറയും സുഖമായിട്ട് നടക്കാം. അങ്ങനല്ല പറഞ്ഞത്. +2 നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് ഉണ്ടാവും ചെയ്യും. ടെൻഷൻ ആവണ്ട. ഇത് പറഞ്ഞ ടെൻഷൻ ഉണ്ട്, ഓൾറെഡി ടെൻഷൻ ഉണ്ട്. പക്ഷേ +1 എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എഫേർട്ട് ഇടണ്ടെന്നല്ല, ഇടണ്ടെന്നല്ല. +1ലും +2ലും പഠിക്കണം. പക്ഷെ വലിയ ഇതുണ്ടാവില്ലേ, ഒരു മനസ്സിക്കൊരു കൊപ്ര നനയോ ചോദിച്ചാല് ഇല്ല. അപ്പൊ മഴ പെയ്താലോ? മഴ പെയ്താ നനയാ ഇല്ല. മഴ പെയ്യോ? എടാ ജെടുക്കാ എടാ അങ്ങനെ അത്ര അടി പിടിച്ചല്ലേ അമ്മ അതിൽപ്പെടുത്തി സെറ്റല്ലേ വണ്ടി? അപ്പൊ എന്തായാലും നമ്മള് വീട്ടിലെത്തിക്കണ്ട. ഇനി നമുക്ക് കനലിൽ കൂട്ടാനുള്ള പരിപാടികൾ നോക്കാം. കരിയും കൊടുന്നോ? കരി അങ്ങനെ പോയെ സംസൊക്കെ കരി കൊടുത്തത്. ഓക്കെ, നമ്മളെല്ലാരും കൂടെ കരി വാങ്ങാൻ പോയപ്പോഴേ സംസൊക്കെ കരി വാങ്ങി കൊടുന്നേലോ. അരച്ചാക്ക് കരി. അതിന് വണ്ടി എത്ര ആൾക്കാരാണെങ്കിൽ കത്തിച്ചു പോയി. അടച്ചോ. അതിന് നിങ്ങൾക്ക് നാളെ അൽഫാം ഉണ്ട് നമ്മളൊക്കെ. ഓ വെച്ചിരിക്കും. ബാക്കി ഉണ്ടെങ്കിൽ ഇപ്പം തിന്നിട്ട് 2 പീസ് പോയിട്ട് അതിൻ്റെ എല്ലെങ്കിലും ബാക്കി ഉണ്ടായാൽ നിങ്ങൾക്ക് നമ്മൾ വേറെ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് തരും. അപ്പോൾ ഓക്കെ, നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. ഫർസാന് വേണ്ട, ചൂടിച്ചണ്ട. ഫർസാന് ഇളവുകളുണ്ട്. ഫർസാൻ വ്ളോഗ് എടുത്തോ. അപ്പോൾ നമ്മളിതാ സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് വരി റിനാനെ ബടായി പറഞ്ഞിട്ടൊക്കെ അതെ കട്ടട് തുറന്ന ഓരോന്ന് ഇവിടുന്നല്ല അവിടെ നിന്ന് കൊണ്ടോ. ആ എന്തെങ്കിലും കാട്ടുന്നത്. അപ്പം നമ്മളെ പോരാളി കനല് ചുട്ടുകൊണ്ട് കണ്ടോ. മെഷീനും കൊണ്ട് ഒരേ കാറ്റ് കൊടുക്കലാണ് ഇവിടെ. എടാ റിനാനെ അവിടുന്ന് മാറിക്കളാ, ഫുൾ ഫ്രൈ ആവും. റിനാ നിക്കണോക്കെ അവിടെ. റിനാനെ ഫ്രൈ ആവട്ടോ. അതൊക്കെ അപ്പൊ മാറിക്കാനൊക്കെ അറിയല്ലേ. എന്റെ മോനെ ഇതെന്താ ആരാ പറഞ്ഞ കനല് കത്തിയില്ല. അല്ല കുറച്ച് ഇനി കനലിട്ട് അവ കൊടുക്കുമ്പോ അവിടെ വന്ന് ഇരിക്കല്ലേ. കേട്ടോ നീ കൊടുക്കല്ലേ? ഓന്റെ കൈ ഇട്ടോ എന്നിട്ട് കൊടുത്താൽ മതി. ചങ്ങ കത്തിയ ഭാഗം പിടിച്ചിട്ട് കേട്ടോ. ജി ക്യാമറ പിടിച്ച അപ്പൊ ഗൈസ് നമ്മള് കനലിൽ ചുടണ പരിപാടികളാണ് ഈ കണ്ടോണ്ടിരിക്കണ കേട്ടോ.
മറിച്ചിടാൻ എന്തെങ്കിലും ഒരു സാധനം കയ്യിലെടുത്തോളൂ. അപ്പോൾ നമ്മളെ ചിക്കൻ ഇതാ ഇവിടെ സെറ്റാണ്. ഫ്ലാഷ് അടിച്ചെടുക്കണം, അവിടെ പോകുമ്പോൾ ചിലപ്പോൾ ലൈറ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതാ കനൽ നമ്മൾ ഏകദേശം കുറച്ചുകൂടി നീക്കിച്ചാൽ കനൽ നമ്മൾ കനൽ കുറച്ച് ഒരേപോലെ ഇട്. ഇപ്പുറത്ത് കുറച്ച് നീക്കിയിട്, അപ്പുറത്ത് മാത്രം കൂടുതൽ കനലുണ്ട്. ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് ഇട്, ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് ഇട്. ഭണ്ടാരി ഒരൊക്കെയാണോ ഭണ്ടാരി. കനലൊക്കെ കൂട്ടി കഴിഞ്ഞിട്ടേ ചൂട മുഴുവൻ ആറി കഴിഞ്ഞിട്ട് കറക്റ്റ് വന്നിക്കണോ. വെക്ക് 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 കുറച്ച് നീക്കച്ചോ. ഇവിടെ നിക്കാനും കഴിയണില്ല, എന്തൊരു ചൂടാ ഇവിടെ. ഇത് തിരിച്ചു വെക്കണ്ടേ? അത് പിടിച്ച ഒരാള് ഇത് പിടിച്ച ഇത് പിടി ഞാൻ വെച്ചോളാം. പിടിച്ചാ മതി. കരിയുന്നു എല്ലാരും പാടുന്നത് കഴിയുമ്പോ. മതി 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 പറ്റടിപ്പിച്ച് വെക്കണ്ട, പറ്റടിപ്പിച്ച് വെക്കണ്ട. ഞാൻ വെച്ചോ. അപ്പൊ ഇതായിട്ട് നമുക്ക് ഇനി അടുത്ത കാണാം. അത് കാണിച്ചു കൊടുക്കുന്നു. അതായിട്ട് നമ്മൾ ഇടക്കിടക്ക് അടിച്ചു കൊടുക്കില്ല. എവിടെ മെഷീൻ? അതാട്ടോ നമ്മളെ ചിക്കൻ. അത് സൂം ചെയ്ത് കാണിച്ചു കൊടുക്കാം നമ്മളെ ചിക്കനെ. എൻ്റെ മോനെ അതിൻ്റെ അടുത്ത് കൂടെ അങ്ങനെ പോയിക്കോ. അല്ലാ ഇല്ല ജി സബൂറ ഞാൻ ടെൻഷനായില്ല. നമ്മള് അതിനനുസരിച്ച് ചെയ്യൂ. ചിക്കൻ കാണില്ല ഇജ് അതിൻ്റെ അടുത്ത് കൂടെ ഒന്ന് പോ. കജ്ജി ചൂടാ വേണ്ട ക്യാമറമാൻ്റെ കരിഞ്ഞ സൗദി കൊടുക്കാം. അപ്പുറത്ത് ആ ഇത്ര ഇതില് കിട്ടും. എന്നിട്ടാണ് ആ അങ്ങനെ എത്ര സൂമാക്കണ്ട. ഓവർ ചൂടാണ്. ഇല്ലാന്ന് വെച്ചിട്ട് അപ്പൊ എന്തായാലും നമ്മള് ചൂടുണ്ട്. അതിന്റെ ഇടക്ക് നമ്മള് ഏറെക്കുറെ ഇടക്കിടക്ക് ആ മസാല ഇങ്ങനെ നമ്മളിതാ ഇങ്ങനെ തേച്ച് കൊടുക്കും. ആ ഇത് നല്ല നല്ല കുരുമുളക് പൊടിയും നാരങ്ങയും വെളിച്ചെണ്ണയും തേച്ച സാധനമാണിത്. ഇതിങ്ങനെ നമ്മളിടക്ക് ഇങ്ങനെ അടിച്ചാ എണ്ണ ഇട്ടുമ്പോ ഇങ്ങനെ അതിന്റെ ഇടയിൽ കൂടെ അടിച്ചാന്ന് കല്ലിട്ട് കരിയും ഞാന്. തീ കേടുന്ന മുമ്പ് അടിക്കണം. ബ്രഷില്ല ഇല്ല, തേച്ച് കൊടുക്കുന്ന ബ്രഷ് ഇല്ല. ഇപ്പൊ പല്ലി വെക്കണ ബ്രഷ് എടുക്കേണ്ടി വരും. മറിച്ചിടുമ്പോ തേക്കാ പ്രശ്നമില്ല. ഒന്ന് കാണിച്ചെടുക്ക്. അപ്പൊ റിനാനിതാ ഓരോന്നും മൂലം ഇങ്ങനെ തേച്ച് കൊടുക്കണ്ട. റിനാനൊന്നും ചെയ്തില്ല കണ്ട. റിനാനാണ് എന്തെങ്കിലൊക്കെ ചെയ്യണ്ട. റിനാന് പാട്ട് പാടാൻ അറിയാം. അതെ, ഓൾറൗണ്ടർ. അതല്ല തിരിച്ചിടുമ്പോ ഈ മസാല കുടിച്ചൂലേ. ഹോട്ട് ബ്രോ വൻ ഹോട്ട്. റിനാനെ ബ്രഷ് വെച്ച് വാ.
അല്ല മൈക്കോടെ റിനാനെ റിനാനെ ആ എണ്ണ വെക്ക് എണ്ണ തിരിച്ചു തേക്ക് ബ്രഷ് എണ്ണയും കൊണ്ടുപോവാ ഫർസാൻ വേറെ ആരെങ്കിലും ആ എണ്ണ കൊണ്ടുപോവാ കഞ്ഞി പാത്രത്തിലോ നോക്ക് നോക്ക് കനല് കേട്ടിട്ടുണ്ടോ ഇതിന്റെ കൊല്ലി കുഴപ്പമില്ല ഊരുമ്പോഴാണ് ബ്ലഡാണ് പ്രശ്നം അല്ലേ? വെരി ഹോട്ട് ഹോട്ട് ലൈക്ക് മീ നല്ല ചൂടുന്ന് പൊങ്ങി. ഈശുവിന്റെ അതിബുദ്ധികരമായ ക്രിയേറ്റിവിറ്റി ഐഡിയകളാണ് ചൂട് തട്ടാക്കാൻ അജോ എന്റെ പീസ് ഉണ്ട് ഇപ്പൊ ചാടിന് ഞണ്ട് മൈക്ക് എവിടെയാണ് ഇനി? ഇതിന്റെ കയ്യിലുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു മറിച്ചിടുന്ന എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? വല്ലാത്തൊരു എക്സ്പീരിയൻസ് ചെയ്യുന്നു. തുമ്പ് ഫുള്ള് പൊള്ളി. മയോജി ഉണ്ടാക്കും. ഞാൻ ഉണ്ടാക്കണല്ലേ? അതൊന്നും ആരെങ്കിലും ഇത്രയും കുക്കിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടോന്ന് വെച്ചാല് നമ്മൾ കുറെ കാലമായി ഇപ്പോൾ കുക്കിംഗ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സോഫ്റ്റ് ആയിട്ടുണ്ടല്ലോ. കൈ ഒക്കെ ഭയങ്കര കനലായോണ്ടേ ഫുള്ളാണ് അതിന്റെ അടുത്ത് പോകുമ്പോൾ. അതിനൊക്കെ അതിൻ്റെതായ ഒരു ഇതുണ്ട്. ഒരു മണ്ണാറിലെല്ലാം റെഡി ആവും, സെറ്റാവും. ഇനി നമുക്ക് മയോണൈസ് ഉണ്ടാക്കാനുണ്ട്, ചട്നി ഉണ്ടാക്കാനുണ്ട്. നാളെയാവും. അതെ, ഇതൊരു മോർണിംഗ് കുക്കാണ്. തേക്കാൻ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് അജു. അത് ആ വൃത്തിയുണ്ടോ തേക്കണുണ്ടോ? ഇങ്ങനെ എത്ര തേച്ചുണ്ടറിയോ? തേപ്പിന് അജുവിനെ കണ്ടിട്ടുള്ളൂ. പലവിധം, പലതരത്തിൽ. ഇപ്പൊ 10 ദിവസം വന്ന് എന്തിനാ തേക്കാനാ? അതാണ് ഇപ്പൊ അടിക്കല ഫിയെ. അത് നല്ല പൊള്ളി, അവന്റെ കൈ പൊള്ളും. അതിന്റെ അടുത്തേക്കൊന്നും ഇങ്ങനെ കൈ പിടിച്ചോക്ക്, വെറുതെ ഒന്ന് പിടിച്ചോക്ക്. ഇതിന്റെ റെഡി ഉണ്ട് കേട്ടോ. ഇതിന്റെ പീസ് കറക്റ്റ് റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് ഉണ്ടാക്കാൻ പോകുന്നത് മയോണൈസാണ്. നമ്മൾ മയോണൈസ് ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. നമ്മളൊരു വേറെ തന്നെ സ്റ്റൈലാണ് ഉണ്ടാക്കല് അല്ലേ അമ്മ? ആദ്യം നമ്മളിതാ ഇത്ര വെളുത്തുള്ളി മതിയോ? കുറച്ച് നീട്ടി ഉണ്ടാക്കാം അല്ലേ, ആൾക്കാർ കൂടുതലായതുകൊണ്ട്. എന്താ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ആ ഓക്കെ. ഓ മുഖം കാണിക്കുന്നത് ഇത് ഫുൾ ഒഴിക്കല്ലേ അമ്മ പാല്? അപ്പൊ അത്രയും നമ്മൾ ഓയിൽ ഒഴിക്കണ്ട. ഇതോട്ടെ കട്ട് ചെയ്തിനിയോ? അപ്പൊ അടുത്ത് നാരങ്ങ നീര് വെച്ചിക്കണ്. അമ്മ ഉപ്പ് എത്ര ഇടണം? അമ്മ? കുറച്ച് പുളി ഉണ്ടായ നല്ല രസാ. ഇത് അടിച്ച് കഴിഞ്ഞിട്ട് നമ്മള് എണ്ണ കുറച്ച് ഒഴിച്ചോ. ആണോ? കുറച്ചെടുത്തോ, എറിഞ്ഞാ പോരാട്ടോ. നന്നായിരുന്നോട്ടെ. അപ്പോഴാണ് എത്തിയത്. ഇനിയാണ് ഓയിൽ ഒഴിക്കേണ്ടത്. മയോണൈസ് കുടിക്കാൻ മാത്രമുള്ള മയോണൈസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ദിസ് ഈസ് നോട്ട് അറ്റ് ഓൾ ഹെൽത്തി. ഇത് ഞാൻ ആദ്യം പറയാണ്. കഴിക്കുമ്പോൾ അതൊക്കെ വെള്ള കളറാവും. മയോണൈസ് ഇത് പായസം പോലെ ഉണ്ട് കേട്ടോ. കുടിക്കാൻ മാത്രത്തിനുണ്ട്. ടേസ്റ്റ് നോക്കിയ മയോണൈസ് കൂട്ടൂല? എന്ന് മുതല് ഇജോ?
ഞാൻ മൈനസ് ഇതുവരെ കൂട്ടിയിട്ടില്ല. KPI. മൈനസ് ഇതിന് കൂട്ടും ഷവർമയിൽ പിന്നെ കൂട്ടിയിട്ടില്ല ഒരു കാര്യം. പക്ഷെ അമ്മത്തിച്ചൊന്നും കൂട്ടിയിട്ട് അതൊന്ന് ടേസ്റ്റ് നോക്കി. ക്യാമറ മാറ്റി ഇനി ശരിക്കുള്ള പറഞ്ഞ ഞാൻ ഇതിന്റെ ഒപ്പം കൂട്ടും ഷവർമേന്റെ ഒപ്പം കൂട്ടുന്നല്ലാണ്ട് ഒന്നാമത് ആ ഫീലും എനക്കെന്തോ ഒരു പ്രയാസം വന്നതോ എന്തോ ഒരു ന്യൂസ് കണ്ടപ്പോ ഒരു ഇതങ്ങനത്തെ പുറത്തത്തെയും കൂട്ടില്ല എന്താ അപ്പൊ ഇത് കൂട്ടാത്ത ഒത്തുത്തതാടാ. ഇതാ അപ്പം നമ്മൾ 2 സോസ് ഇവിടെ റെഡിയായി. അവിടെ വെച്ച് സാധനമൊക്കെ പുറത്തതാ പക്ഷെ ഉണ്ടാക്കിയത് അത്തായതുകൊണ്ട് കൂട്ടാൻ കട്ട് ചെയ്തോ ജി ആവശ്യമുള്ള കഴിച്ചു. അപ്പോൾ നമ്മളെ മയോണൈസ് ഉണ്ടാക്കാൻ പോയ ഗ്യാപ്പിൽ അവിടെ എന്തൊക്കെ സംഭവിച്ചെന്ന് പടച്ചവനറിയാം. നമ്മൾ പോയൊക്കെയാണ്. ഇതിനെ എന്താ അവസ്ഥ? ഇജ് നോക്കിയിട്ടില്ല ഇനിയോ? കൈകാര്യം ചെയ്തിട്ടില്ലേ? ശ്രദ്ധിച്ചിട്ടില്ലേ? അത് മതി, എന്നാൽ ഒക്കെ കുളയുണ്ടാവും. എല്ലാം കഴിഞ്ഞ് ആശ എത്തി. ആടാ മയോണൈസ് ഉണ്ടാക്കി നിങ്ങൾക്ക് തിന്നാളേ. ഇതാട്ടോ നമ്മളെ സാധനം. ഇത് അവിടെ ഇവിടെ ഒക്കെ നുള്ളലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും പീസിന്. മതി മതി മതി. ഓക്കെ, അപ്പോൾ സാധനം സെറ്റാണ്. ഇനി അടുത്ത സെഷൻ കഴിച്ചതാ. അപ്പോൾ നമ്മളെ ചിക്കൻ ഫുൾ സെറ്റാണ് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല സ്മെല്ലും ഉണ്ട്. ചെക്കന്മാർ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നൈസാണെന്നാണ് പറഞ്ഞത്. നമ്മളെല്ലാവരും ഇവിടെ തന്നെയാണ് കഴിക്കണത്. ഇവിടെ അജുവത് കാര്യമായിട്ട് ലിവർ ഫാൻ ബോയ് ആണ് അജുവത്. അതായത് അജുവത് ഒരു 4-5 പ്രാവശ്യം ലിവർ ട്രൈ ചെയ്താണ് താഴെ കാണുന്നത് കേട്ടോ. അതിൻ്റെ അടിക്ക് പോയിക്കണ് ഒക്കെ ആ ഓട്ടയെ കൂടെ അടിക്ക് പോയിക്കണത്. ഇതിപ്പോൾ എങ്ങനെയൊക്കെയോ ഇവിടെ നിന്നാണ് ഈ കാണുന്നത്. അതിന് ഭാഗ്യമല്ല, ഭാഗ്യമല്ല, അല്ലാതെ എൻ്റെ കൈവുകടല്ല. അതിന് ഭാഗ്യമല്ല, ഒത്തില്ല. ഈ ലിവർ എന്താണ് താങ്കൾക്ക് ഇത്ര ഇഷ്ടം? അത് രസമാണ്, മസാല പിടിച്ചാണ്ടല്ലോ. മസാല അല്ല, അപ്പൊ കരിയും പിടിച്ചിട്ടുണ്ടാവും. ഇപ്പൊ മസാലയും കരിയും മണ്ണൊക്കെ പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാവരും കൂടി കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയട്ടെ. നമ്മളെ മയോണൈസിൻ്റെയും ചിക്കൻ്റെയും ഒക്കെ അഭിപ്രായങ്ങൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് ചോദിച്ച് നോക്കിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ അതാ അജൂദിൻ്റെ ലിവർ റെഡി ആയിക്കുണ്ടോ. എന്തായാലും നമുക്ക് കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അടിപൊളിയായിരുന്നു ഇതിനെ. എങ്ങനെയുണ്ട് ലിവർ? എങ്ങനെയുണ്ട്? സൂപ്പറാ. കഴിച്ചിക്കട്ട്. പിന്നെ ചൂടുണ്ടാവില്ലേ? കനലിൽ നിന്നാണ് അത് കൊണ്ടുവരുന്നത്. എടാ ഓനൊരു പീസ് വെക്കിട്ടോ, കഷ്ടപ്പെട്ട് ചുട്ടതാണ്. അത് കൊടുന്നോ. എല്ലാവരും ഇടുക്കി, ഓരോ പീസ് ഇടുക്കി. ഞാൻ എടുക്കാം, ബില്ല് എടുക്കട്ടെ. എന്നിട്ട് ഓരോരുത്തരോട് അഭിപ്രായങ്ങൾ പറയണം. ലെഗ് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. മയോണൈസൊക്കെ അഫീഫ് ചിക്കൻ കറി കൂട്ടണ പോലെ എടുത്തേക്കണം കേട്ടോ. മയോണൈസൊക്കെ ഏതെങ്കിലും ഒന്ന് എടുത്തോട് റീനാനെ. ഓ എൻ്റെ ഒരു കൺഫ്യൂഷനോ. അത് സിദ്ധിൻ്റെ ആദ്യം വേറെ എടുത്ത് വെച്ചിക്കണേ. ടേസ്റ്റോ ഉണ്ട്. വിളിച്ചത് മറ്റേ ഫാത്തിമ ഓർമ്മ. ഓ അടിപൊളിയാറല്ലേ ദുബായിന്ന്. എന്തൊരു ടേസ്റ്റ് സെറ്റ്, ഒന്നും പറയല്ല. അത്രേ ഉള്ളൂ. എൻ്റെ കിപ്പിയ നല്ല അടിപൊളി കുക്ക്ഡ്, വെൽ കുക്ക്ഡ്, നല്ല മസാല. ഇതിനോട് ചോദിച്ചോ കേട്ടോ. ഹലോ ഇതിനെ ഒന്ന് ടേസ്റ്റ് നോക്കിയാ ചേച്ചി. ആ കൊയിച്ചേരാ ഇജ് ടേസ്റ്റ് നോക്കാൻ കിട്ടി. ഈന്നോ കഴിച്ചു നോക്കി. എന്നുണ്ട്?
അവൻ്റെ അമ്മേജ് എന്താ എടുക്കണേ? എൻ്റെ റിവ്യൂ കിട്ടാനാണ് ഈ കാത്തിക്കണതേ. ഇതെന്താ കാട്ടണേ? എന്നോട് ചോദ്യം ചോദിച്ചിട്ടില്ലല്ലോ. തിന്നതേ തിന്ന് ഞാണ്ട്. ആ ഓക്കെ, എങ്ങനെയുണ്ട് പറയും. അത് തിന്നോ തിന്നോ വേണ്ടമ്മ. രസമുണ്ട്, അത്രേ ഉള്ളൂ. ഇത് പീടിയത്തെ മസാലയല്ല, ഇതാണ് ചെപ്പി നമ്മളത് പീടിയത്തെ മസാലയല്ല. തിന്നോക്ക് വേണ്ട. അപ്പം നമ്മളെ ക്യാമറമാൻ അപ്രൂവ്ഡ് ആണ് കേട്ടോ. അപ്രൂവ്ഡ് ബൈ ക്യാമറമാൻ റൈഫ്. ഉണ്ട് നമ്മൾ ഉണ്ടാക്കി നമ്മൾ പറയണ്ടോ? പിന്നെ നമ്മൾ ഉണ്ടാക്കി നമ്മളെ റിവ്യൂ പറയുന്ന ഒരു ഇവിടെ റിവ്യൂ വരുന്നുണ്ട്. മുളക് വളരെ രസമുണ്ട്. വേണ്ട റീനാനെ അടിപൊളി. അത്രേ ഉള്ളൂ. ഒരു ബ്രീഫ് ചെയ്ത് പറയും അതിന്റെ ആ ഒരു ടെൻഡർ, ആ ഒരു ടെക്സ്ചർ, ആ ഒരു ഈ മുളകില്ലേ, ഈ മുളക് ഉണ്ടാക്കി അടിപൊളിയായി. പിന്നെ അമ്മച്ചി പറഞ്ഞത് ഈ മയോണീസ് ഞാൻ കേങ്ങിട്ടാണ് ഉണ്ടാക്കല്. ഇത് കേങ്ങിടാതെ വേറെ വ്യത്യസ്ത രീതിയിൽ ഉണ്ടാക്കിയിരുന്നു. അടിപൊളി. നൂറുക്ക് നൂറാ. എടാ ഓനൊന്ന് പിച്ചിട്ട് കൊടുക്ക് ഫർസാന് ഒരാളെ. അച്ഛൻ എങ്ങനെയുണ്ട്? മസാല ഉണ്ടാക്കിയ ആൾക്ക് പ്രത്യേക കൈയടി. നല്ല രസമുണ്ട് മസാല. കൈയടി മച്ചിക്കുള്ളാട്ടോ. മസാല ഉണ്ടാക്കിയുള്ള കൈയടി മച്ചിക്കുള്ളതാണ്. നമുക്ക് സൗദ എങ്ങനെയുണ്ട്? അപ്പോൾ എന്തായാലും ഇനി നമ്മൾ അധികം ലെങ്തി ആക്കണില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യണം. കാരണം ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഇത്രയും കഠിനാധ്വാനമായിട്ട് പ്രയത്നിച്ചതുകൊണ്ട് അതേ സമയം കുറച്ച്. അപ്പോൾ പറ്റുന്നവരൊക്കെ എന്താ കാട്ടുക, ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ കൂടുക, കൂട്ടുകാരും കുടുംബക്കാരൊക്കെ ആയിട്ട്. ഇതൊക്കെ ഒരു മൂഡാണ്, ഒരു വൈബാണ്. ആ അത്രേ ഉള്ളൂ. അതൊക്കെ എപ്പോഴേലും ഉണ്ടാവുള്ളൂ. ആ അത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇത് ഇപ്പോൾ മഗ്‌രിബിന് തുടങ്ങിയിരിക്കണം. ഇപ്പോൾ രാത്രി 12 മണി ആവാനായി. പക്ഷേ ആ ഒരു ഇതും ആ വിശന്ന് ഉണ്ടാക്കിയത് തിന്നുമ്പോൾ കിട്ടണ ആ ഒരു ഇതുണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. അതെ, അടുക്കള വരെ പോലെ ഇവിടുന്ന് അവിടുന്ന് ചുട്ടു, ഇവിടെ തന്നെ വിരിച്ചു, ഇവിടെ തന്നെ തിന്നു, ഇവിടെ തന്നെ കൈ കഴുകി നേരെ പേരേക്ക്. അങ്ങനെയാണ് നമ്മളെ രീതി. അപ്പോൾ എല്ലാവരും വ്ളോഗ് കണ്ടതിന് ഒരുപാട് നന്ദി. എനിക്കറിയാം ഇതൊരു ലെങ്തി ആയിട്ടുള്ള വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ കൂട്ടുകാർക്ക് വീഡിയോ അയച്ചു കൊടുക്കുക, നിങ്ങളെ കുടുംബക്കാർക്ക് വീഡിയോ കാണിച്ചു കൊടുക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ലൈക്കിങ്, സബ്സ്ക്രൈബിങ്, കമൻറ്റിങ് എല്ലാം ചെയ്യുക. എല്ലാവരും ഒരു ബൈ കൊടുക്കുക. എല്ലാവരും ബൈ കൊടുക്കി. ബൈ 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 ബൈ. ഞാനൊരു ബൈ കൊടുത്താം അവിടെ. ബൈ 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 ഗായ്സ്.